എമ്പുരാന്റെ റിലീസ് ഡേറ്റ് മാറ്റിയോ? ലൈക്ക പ്രൊഡക്ഷൻ എന്തുകൊണ്ട് എമ്പുരാനിൽ നിന്ന് പിന്മാറി? എമ്പുരാന്റെ സക്സസ്സിൽ ലൈക്ക പ്രൊഡക്ഷന് ഡൗട്ടുണ്ടോ? നമുക്കറിയില്ല. എന്നിരുന്നാലും ഈ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെകഞ്ഞു നോക്കാം. ചെറിയൊരു റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടാവുന്ന ഡേറ്റ പല പല സോഴ്സുകളിൽ നിന്നായിട്ട് നമ്മൾ സ്വരൂപിച്ചിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് നമുക്ക് എമ്പുരാന്റെ കറണ്ട് അപ്ഡേറ്റിലേക്ക് പോകാം. മലയാള സിനിമാ പ്രേമികളുടെ ഏറ്റവും കാത്തിരുന്ന ചിത്രം L2 എമ്പുരാൻ ഇനി വലിയ മാറ്റങ്ങളോടുകൂടി മുന്നോട്ട് പോകുന്നു. ലൈക്ക പ്രൊഡക്ഷൻ പുറത്ത്. പുതിയ നിർമ്മാണ കമ്പനിയാണോ ഇനി വരാൻ പോകുന്നത്? റിലീസ് തീയതി മാറ്റുമോ? എല്ലാം വിശദമായി നമുക്ക് നോക്കാം. ലൂസിഫർ വിജയത്തിന് ശേഷം പ്രേക്ഷകർ കാത്തിരുന്ന ഏറ്റവും വലിയ ചിത്രമാണ് L2 എമ്പുരാൻ. പക്ഷേ ഇപ്പോഴിതാ വലിയ ഷോക്കിംഗ് മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. L2 എമ്പുരാൻ എങ്ങനെയാണ് ഈ സ്വീക്കൽ രൂപപ്പെട്ടത്? ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കറിയാം. 2019 ലൂസിഫർ എന്ന ചിത്രം മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനായ ഈ ചിത്രം 200 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. സത്യാവസ്ഥ നമുക്കറിയുന്നില്ല. അങ്ങനെയാണ് എമ്പുരാൻ്റെ സ്വീക്കൽ വന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സിനിമ നിർമ്മാണത്തിൽ ഇനി വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിരിക്കുകയാണ്. കാരണം നിങ്ങൾക്കറിയാം, എമ്പുരാൻ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങാൻ പോകുന്ന ചിത്രമാണ്. അപ്പോൾ ആ ചിത്രത്തിന് ഫിനാൻഷ്യൽ ക്രൈസിസ് എങ്ങനെയായിരിക്കും വന്നത് എന്ന് നമുക്കറിയില്ല. ലൈക്ക പ്രൊഡക്ഷന് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. സോ L2 എമ്പുരാൻ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസ് ആയിരുന്നു. 2023 ലൈക്ക പ്രൊഡക്ഷൻ ഈ സിനിമയുടെ കോ പ്രൊഡ്യൂസറായിട്ട് ചേർന്നു. ലൈക്ക പ്രൊഡക്ഷൻ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവരുടെ പ്രതിസന്ധി നേരിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്ഷൻ ഇന്ത്യൻ 2, പൊന്നിയിൻ സെൽവൻ അതുപോലെയുള്ള വലിയ വലിയ സിനിമകളാണ് അവർ ചെയ്തിട്ടുള്ളത്. അത് പക്ഷേ തിയേറ്ററുകളിൽ വലിയ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇതെല്ലാം അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണങ്ങളാണ്. സോ ഒരു പുതിയ നിർമ്മാണ കമ്പനിയാണ് ചുമതലയെടുക്കുന്നത്. ഇതോടകം നിങ്ങൾക്കറിയാം ആരായിരിക്കും ആ പ്രൊഡക്ഷൻ കമ്പനി എന്നുള്ളത്. ഗോകുലം ഗോപാലൻ, ശ്രീ ഗോകുലം മൂവീസ് ആണ് പുതിയ കോ പ്രൊഡ്യൂസറായി ചുമതലയെടുത്തിരിക്കുന്നത്. ഗോകുലം ഗോപാലൻ നേതൃത്വം നൽകുന്ന ശ്രീ ഗോകുലം മൂവീസ് മുൻപും നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അത് വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലൂസിഫറിൻ്റെ പ്രൊഡക്ഷനും മുന്നോട്ടുള്ള റിലീസിനും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ റിലീസ് ഡേറ്റ് മാറ്റൂ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. വലിയ പ്രൊഡക്ഷൻ ഇഷ്യൂ വന്നിട്ടും ഈ സിനിമ വേൾഡ് വൈഡ് റിലീസ് തീയതി മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2025 മാർച്ച് 27 L2 തിയേറ്ററുകളിൽ എത്തും എന്നാണ് പറയപ്പെടുന്നത്. ഇതിനോടകം തന്നെ പ്രീ സെയിൽസ് ആരംഭിച്ചു കഴിഞ്ഞു. ഇത് ഏറ്റവും വലിയ പോസിറ്റീവ് സിറ്റുവേഷൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ സിനിമയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക പ്രൊഡക്ഷനെ കുറിച്ചിട്ട് ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി കേൾക്കാനിടയാകുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷന് ഈ സിനിമയുടെ വിജയത്തിൽ, സക്സസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പല ചാനലുകളും ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയില്ല. ലൈക്ക പ്രൊഡക്ഷൻ കോ പ്രൊഡ്യൂസർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി സ്പെൻഡ് ചെയ്യാനുള്ളത് കുറച്ച് മാർക്കറ്റിങ്ങും അതുപോലെയുള്ള റിലീസിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ അതേപോലത്തെ കാര്യങ്ങൾക്കാണ് സ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർ കമ്മിറ്റ് ചെയ്ത തുകയുടെ ഒരു 75% അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു ഘട്ടത്തിൽ അവർ എന്തുകൊണ്ടായിരിക്കും പിന്മാറിയത്? ഒരു പക്ഷേ അവരുടെ അടുത്ത് അവർക്ക് വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമുക്ക് അറിയില്ല എന്താണെന്നുള്ളത്. എനിവേ, പൃഥ്വിരാജ് സുകുമാരനോ ഇതിനോടുള്ള ഒഫീഷ്യൽ കാര്യങ്ങളോ ഇതുവരെ എൻ്റെ അറിവിൽ അവർ ഒരു പുതിയ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നൽകിയിട്ടില്ല. റിലീസ് തീയതിയെക്കുറിച്ച് ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും വന്നിട്ടില്ല. ശ്രീ ഗോകുലം ഗോപാലൻ എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ പൃഥ്വിരാജ് സുകുമാരൻ്റെയും മോഹൻലാലിൻ്റെയും ആശീർവാദ് സിനിമാസിൻ്റെയും ഫീഡ്ബാക്സിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. എനിവേ, ഇതുവരെയുള്ള വാർത്തകളും അതുപോലെ തന്നെ എല്ലാ ഡാറ്റ സോഴ്സുകളും പറയുന്നതനുസരിച്ചിട്ട് റിലീസ് ഡേറ്റ് മാറ്റില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എനിവേ, കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.